ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗെയിം റോഡ് റാഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരെ പി സി ആണെന്ന് വിചാരിക്കേണ്ട. അല്ല, പി സിയിലുള്ള റോഡ് റാഷ് ഗെയിം നിങ്ങൾക്ക് മൊബൈലിലും കിട്ടും. അപ്പോൾ മൊബൈലിൽ കിട്ടും, പക്ഷേ ഇതിൻ്റെ പേര് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിൽ നമുക്ക് കത്തി ഉപയോഗിച്ചതല്ല, വടി ഉപയോഗിച്ചതല്ല, വലിയ കോല് തോട്ടി അങ്ങനത്തെ സാധനങ്ങളെ ഉപയോഗിച്ച് ആൾക്കാരെ അടിക്കാൻ പറ്റും, ചവിട്ടാൻ പറ്റും. ഇതെല്ലാം പറ്റുന്ന ഗെയിമാണ്. കളിക്കുമ്പോൾ റോഡ് റാഷ് സെയിം. ഓക്കെ, പോലീസ് കാര്യങ്ങൾ അവരെല്ലാം ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഗെയിമാണ്. കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നും, കുറച്ചും കൂടി അപ്ഡേറ്റഡ് വേർഷൻ പോലത്തെ. അപ്പം ഇത് ഗെയിം മൊബൈലിലാണ്. ഈ ഗെയിമിൻ്റെ പേര് ഗെയിം പ്ലേൻ്റെ ഇടയിൽ ഞാൻ കാണിച്ചു തരും. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ആക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. അപ്പം ഗെയിമിൽ നമുക്ക് സെറ്റിങ്സ് ഒന്ന് നോക്കി വെക്കാം. ഇതിൽ സൗണ്ട്, ജനറൽ, അങ്ങനെ ഓരോരോ സെറ്റിങ്സ് ഉണ്ട്. ഇത് കൺട്രോൾ ചെയ്താൽ വേണ്ടത്. ഇത് പിന്നെ നമുക്ക് എങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ആക്കണോ ഞെക്കുമ്പോൾ ആക്കണോ അങ്ങനെയില്ലേ. പിന്നെ ഇതിൽ ക്വാളിറ്റി നമുക്ക് കൂട്ടാനും കുറക്കാനാവും. ഫസ്റ്റ് നിങ്ങൾ ഒരു ഗെയിം കളിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റെക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി പരമാവധി കുറച്ചിട്ട് കളിക്കാം. പിന്നെ ഇത് ബൈക്കിൽ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന 3 ബൈക്കാണ് ഇത്. പിന്നെ ബാക്കിയിലെല്ലാം ഓരോ കളി കഴിയുന്നതിനനുസരിച്ച് അൺലോക്ക് ആവും. അപ്പം നമുക്കിപ്പോൾ ഇതിൽ നേരം ഒന്നെടുത്തിട്ട് കളിക്കാൻ കഴിയണം. ഓക്കെ, അപ്പം നമ്മൾ ഈ വണ്ടി എടുത്തു, ഇറങ്ങി കളിയിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പൈപ്പ് കണക്കത്തെ ഒരു സാധനം കിട്ടും. പിന്നെ നമുക്കത് മാറ്റിയിട്ട് വേറെ വണ്ടി എടുക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഇത് അവരെ ഇവരെ ചവിട്ടിയിട്ട് കൊല്ലണമെങ്കിൽ ചവിട്ടിയിട്ട് ഏതും വണ്ടീൻ്റെ മുമ്പിലേക്കോ അങ്ങനെയെങ്കിലും ഇടേണ്ടി വരും. റോഡ് റാഷ് കൊള്ളലില്ല, ശീലാവും. ഇത് വടി വേറെ ചെറിയ വടിയും ഉണ്ട്, വലിയ വടിയും ഉണ്ട്. ഇത് കുറച്ച് വലിയ നീളത്തിലുള്ള തോട്ടി കണക്കത്തെ വടി. ഇതെടുത്തിട്ട് നമുക്ക് അടിച്ചടിച്ച് കൊല്ലാൻ പറ്റും, വണ്ടിക്ക് ഇടയ്ക്ക് അടിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ അടിച്ച് തെറിച്ചു. അപ്പം അങ്ങനെ കറക്റ്റ് വളക്കണ്ടെല്ലാം വരും. പിന്നെന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് വാള്. ഇതിപ്പം കണ്ട ഈ നീളത്തിലടിക്കാൻ പറ്റും. ഇത് മാറ്റിയിട്ട് മറ്റേ വടി എടുക്കാം, പക്ഷേ അതിന് പവർ കുറവാണ്. ഓരോ ഇതാവുന്നതിന് കളി മാറുന്നതിനനുസരിച്ച് അപ്ഗ്രേഡ് ആവുമല്ലേ. ഇത് വാള്. ഇതിപ്പം ഒരു കളി കഴിഞ്ഞു എനിക്ക് ഇതിൽ വാള് കിട്ടി. ഈ വാളെടുത്തിട്ട് വെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചാവും, പവർ കൂടുതൽ. കണ്ട ഓരോരു വെട്ടിന് ചാവുന്നുണ്ട്, പക്ഷേ എല്ലാവരും അങ്ങനെ ചാവില്ല, അത് വേറെ കാര്യം. അപ്പം ഇവനെല്ലാം നമുക്ക് ഇങ്ങനെ ചിലവടയെന്ന് അടിച്ച് കൊല്ലാം. എടാ ഒന്നിന് ചാവില്ല, 2 എണ്ണം കൊടുക്കണം. പ്ലെയേഴ്സ് എല്ലാം ചാവും, അത് പ്ലെയേഴ്സ് അല്ല, അത് ഇടക്ക് കയറി വരുന്ന കുറേ സംഭവമുണ്ട്, ബഗടന്മാർ. അങ്ങനത്തെ എല്ലാം ഐറ്റങ്ങളെ കൊല്ലാൻ കുറച്ച് പണിയാണ്. വെറുതെ നമ്മൾ അവരെ കയ്യിലും ഉണ്ടാവും വാളിട്ടാ, അത് വേറെ കാര്യം. അപ്പം ഇത് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വെപ്പൺ, വെടിവെക്കാൻ. ഇതാ ഗണ്ണ്. ഈ ഗണ്ണ് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ട സാധനമുണ്ട്, വെടിവെക്കേണ്ട സാധനമുണ്ട്. ഓരോരിക്കലും ഇങ്ങനെ വെടിവെച്ച് കൊല്ലാം. കണ്ടോ, ഇപ്പോൾ ഓരോ വെടിവെച്ചു, പക്ഷേ നമുക്കും വെടികൊള്ളും, അത് വേറെ കാര്യം. ഇപ്പോൾ കണ്ടോ, അവരെ ഇങ്ങോട്ട് അടിക്കാം. നമ്മൾ മുമ്പിൽ പോയി അവർ ബാക്കിൽ നിന്ന് അടിച്ചു. ബാക്കോട്ട് തിരിഞ്ഞടിക്കേണ്ട ഓപ്ഷൻ ഉണ്ടോ അറിയില്ല, അത് ഞാൻ ഇതുവരെ കണ്ടിട്ടാണ്. അപ്പം അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഞാനിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ വന്നിട്ട് തന്നെ ഒറ്റ അടി. കണ്ട, അവരെ വേറെ എന്തെല്ലോ സാധനമെല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ ചത്തു. അപ്പം നിങ്ങൾ ഗെയിം പോയി ഡൗൺലോഡാക്കി കളിക്കുക. അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ പറഞ്ഞോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.